അതായത് എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഹോം ഓട്ടോമേഷൻ. നമുക്ക് ഡിസ്പ്ലേയിൽ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഒരു ഫ്രീക്വൻസി സൗണ്ട് കേൾക്കുന്നത് നമുക്ക് ഇത് ഔട്ട്ഡോറിൽ ഇതുപോലെ അലാംസ് വെക്കാം. നമ്മൾ അവിടെ മുൻപേ വെച്ചിരുന്ന ലെഗ്രാൻഡിന്റെ സ്വിച്ചിന്റെ ബോക്സിനകത്താണ് ഇതിരിക്കുന്നത്. അതെ, നമ്മളെ പലപ്പോഴായിട്ട് പലരും ചോദിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഹോം ഓട്ടോമേഷൻ. അതായത് എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഹോം ഓട്ടോമേഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ വീടിന് ഗ്രില്ലുകളൊന്നും ചെയ്തിട്ടില്ല, ജനാലകൾക്കൊന്നും തന്നെ ഗ്രില്ലുകളില്ല, എല്ലാം പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ്, ടഫൻ ലാമിനേറ്റഡ് ആണെങ്കിൽ പോലും അത് എല്ലാം തന്നെ ഗ്ലാസ് ആണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനായിട്ട് നമ്മുടെ എസ്തെറ്റിക്സിനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. എസ്തെറ്റിക്സ് അങ്ങനെ തന്നെ കൊടുത്ത് അതേസമയം നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വീട് പൂർണ്ണമായിട്ടും സെക്യൂർ ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മുടെ ഗേറ്റിൽ തുടങ്ങി നമ്മുടെ മെയിൻ ഡോറിലേക്ക്, അതുപോലെ ബാക്കിയുള്ള ആക്സസിബിലിറ്റി കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്യാൻഡിൽ ഓട്ടോമേഷൻ, ക്യാൻഡിൽ ഇലക്ട്രിക്കൽസ്. ഓട്ടോമേഷൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടിരുന്നു, ക്യാൻഡിൽ ഓട്ടോമേഷൻ്റെ. അവർ നമ്മുടെ കണ്ണൂർ, എല്ലാ സ്ഥലത്തും, നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. അതുപോലെ തന്നെ ക്യാൻഡിൽ എഞ്ചിനീയറിംഗ്, അതായത് ക്യാൻഡിൽ ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് അതായത് എന്താ പറയുന്നത്, ഒരു വീടിന് ആവശ്യമായിട്ടുള്ള സംഗതികളെല്ലാം തന്നെ കൊടുക്കുന്ന ഫേം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് സോനുവാണ്. സോനുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഒരു സുഹൃത്താണ്. ഇവര് എന്താ പറയാ, ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിന് എന്തൊക്കെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്യാൻഡിൽ ഓട്ടോമേഷന്റെ വീഡിയോ എടുക്കാൻ കണ്ണൂർ പോയി, ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞാൽ അഖില് പറഞ്ഞാൽ എന്തും ചെയ്യാം, ഒരു സാധനം നമുക്ക് ചെയ്യാൻ മേലാത്തില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗേറ്റ് തൊട്ടാണ്. ഇതൊരു ഫീഡ്ബാക്ക് വീഡിയോ കൂടിയാണ്. കാര്യം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 മാസമായി. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 7 മാസമായി. യഥാർത്ഥത്തിൽ ഒരു ഓട്ടോമേഷൻ അത് എത്ര ഇവിടെ നമ്മൾ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനൊരു എന്താ പറയുക, ഒരു ഇൻഫിനിറ്റി എങ്ങനെ വേണേൽ ചെയ്യാം എന്നുള്ളൊരു പോസിബിലിറ്റീസിൽ നമുക്കിവിടെ എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഗേറ്റിൽ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗേറ്റിലായിരുന്നു. ഇതിൽ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഈ ഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഗേറ്റിലും ചെയ്യാമോ എന്നുള്ളത്. അതായത് കസ്റ്റമർ ഒരു ഗേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് ഏതിലും ചെയ്യാൻ പറ്റില്ലേ? ഏത് ഗേറ്റിലും ഇതിപ്പോ 2 ടൈപ്പ് ഓഫ് ബേസിക് ഗേറ്റ്സ് ആണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ സ്ലൈഡിംഗ് ആയിട്ട് പോകുന്നതായിരിക്കും, അത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആയിട്ട് പോകും. അതല്ലെങ്കിൽ ഇപ്പൊ 2 ഫോൾസ് വരും. അങ്ങനെ പല രീതിയിൽ ഗേറ്റിന് നമുക്ക് ഫാബ്രിക്കേറ്റ് എടുക്കാം. എങ്ങനെയാണെങ്കിലും ഇതിനൊരു മോഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു മോഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് സ്വിംഗ് ആയിട്ടുള്ള നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ഡോറ് സ്വിംഗ് തുറക്കുന്ന പോലെ തന്നെ വരുന്ന ഗേറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ 2 ടൈപ്പിലും 2 ടൈപ്പ് ആക്ച്വേറ്റർ വരും. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ മോട്ടർ, ഒന്നില്ലെങ്കിൽ മോട്ടർ അല്ലെങ്കിൽ സ്വിംഗ് ആം മോട്ടർ. അത് മോട്ടർ എന്ന് പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്ന ഈ നമ്മൾ 2 മോട്ടർ ഇവിടെ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇത് 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 2 മോട്ടർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് സ്ലൈഡ് ചെയ്യാനും, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാനും, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാനും ഒരു ഗേറ്റ് മോട്ടർ വെച്ചു. അപ്പൊ ഇത് നമുക്ക് സിംഗിൾ സൈഡിലേക്ക്, ചിലയിടത്തൊക്കെ ഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു സൈഡിലേക്ക് അത് സ്ലൈഡ് ചെയ്ത് സ്പേസ് ഉണ്ടാവും. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ ഒരു സ്പേസിന്റെ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 2 മോട്ടർ വെച്ച് 2 സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യേണ്ടി വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ സ്പേസ് ഓവർ പോകും. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ 2 ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ 2 ഗേറ്റ് മോട്ടർ ഇവിടെ വെച്ചേക്കും. ഇതിന് വരെ സ്വിംഗ് ഓപ്പൺ വരുന്നിടത്ത് 2 ആം മോട്ടർ വരും, 2 ആംസ് വരും. അപ്പൊ ഇത് പല ടൈപ്പ് ആക്ച്വേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ടെറൈൻ അനുസരിച്ച് നമ്മളൊരു ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഫാബ്രിക്കേറ്റ് എടുക്കുക. അപ്പൊ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഏത് മോട്ടറാന്ന് വെച്ചാൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. ഏതിലും ചെയ്തെടുക്കാം. അത് ഗേറ്റ് ഇന്ന ഡിസൈനോ ഇന്ന സംഗതിയോ ഒന്നുമില്ല. ഇതിപ്പോ നമ്മളിവിടെ GL ആയിരിക്കും, നല്ല വെയിറ്റ് ഉള്ള, നമ്മളൊരു നോർമലി പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള ഗേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി ഏത് ഡിസൈനിൽ വന്ന സാധനവും ചെയ്യാൻ പറ്റും. കാരണം ഇതിനു വേണ്ടി ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സാധനം, ഇത് ഞാൻ ഈ മൊബൈൽ സാധാരണ കൈവെക്കാറില്ല. ഇത് ഞാൻ മൊബൈൽ കൈവച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതില് നമ്മുടെ എന്താ പറയുന്നത്, ക്യാൻഡിൽ എന്ന് തന്നെയല്ലേ നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. ക്യാൻഡിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനകത്ത് എല്ലാ സംഗതികളും, ഈവൻ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോരോ സംഗതികളും നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. അതെ, ഓട്ടോമേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് വെച്ചിട്ട് ഈ ഫോണിൽ തന്നെ ഇതിലെ കൺട്രോൾ ചെയ്യാം. ബേസിക്കലി നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ഒരു ആപ്പ് ആണല്ലോ, നമുക്ക് കണ്ടുകൊണ്ട് തന്നെ
അതെ. ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ ഓപ്പൺ ആയിട്ട് ഇത് കാണുന്ന ഞാൻ ഓപ്പൺ ക്ലോസ് ഉള്ള ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഇതാ ഇത് ഓരോന്നും നമുക്ക് ലൈറ്റിന്റെ എല്ലാം ഇതൊക്കെ ഒറ്റ സിംഗിൾ സ്വിച്ചിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് വേണ്ട ഒരു മാസ്റ്റർ കൺട്രോൾ പോലെ നമ്മളിപ്പോ ഓപ്പണിംഗിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്റീരിയർ ലൈറ്റ്സ് ഓൺ ആവണം, അല്ലെങ്കിൽ നമ്മുടെ മെയിലിലെ വാക്ക് വേയിലെ ലൈറ്റ് ഓൺ ആവണം എന്നൊക്കെ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇവിടെ 2 മോട്ടർ ആണെന്ന് പറഞ്ഞു. ഇതിപ്പോ നമുക്ക് മാനുവലി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു അല്ലേ. അതെ, നമ്മള് മോട്ടർ നോർമലി ഇതിപ്പോ ലോക്ക്ഡ് ആണ്, എൻഗേജ് ചെയ്ത് വെച്ചേക്കുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിക്സ് ആയിരിക്കും, നമുക്ക് അങ്ങനെ ഒന്നും വലിച്ചു തുറക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് മാനുവലി ഈ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലീനിങ്ങിനോ മെയിൻ്റെനൻസിനോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കീ സ്ലോട്ട് ഉണ്ട്. ഈ കീ സ്ലോട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇത് ജസ്റ്റ് ഒരു നമ്മുടെ ഡോർ നോബ് തിരിക്കുന്ന പോലെ ജസ്റ്റ് ഇത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഡിസെൻഗേജ് ആയി. അപ്പൊ നമ്മുടെ ഈ ടീത്ത് ലൂസ് ആയി കണ്ടോ, ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മോട്ടർ ഇങ്ങനെ നമ്മൾ ഏത് ഗേറ്റ് വേണമെങ്കിലും ഇതുപോലെ തന്നെ തുറക്കാം. ഇതുപോലെ തന്നെയാണ് സ്വിംഗ് ഗേറ്റിന്റെ കാര്യത്തിലും വരുന്നത്. ഓക്കെ നമുക്കിപ്പോ ഒരാള് കയറി വരികയാണ്. അപ്പൊ നമ്മള് അവിടുന്ന് ആയിരിക്കും ചിലപ്പോ വീട്ടിലിരുന്ന് കണ്ടോണ്ടോ കാണാതെയോ എവിടുന്ന് വേണേ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിന് ദൂരപരിധിയൊന്നുമില്ല. അമേരിക്കയിൽ ഇരുന്ന് ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യാം, എവിടുന്ന് വേണേ ചെയ്യാം. അപ്പൊ ചിലപ്പം പോകും, നമ്മൾ വെളിയിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോ ഞാനായിരിക്കും ചിലപ്പോൾ അടക്കണേ, ഇവരായിരിക്കത്തില്ല, ഞാനിത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരാൾ കയറി വരിക, നമ്മൾ ഇതിനൊരു സെക്യൂരിറ്റി സിസ്റ്റം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഈ 2 ഗേറ്റ് നല്ല ഹെവി ഗേറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞില്ല മോട്ടർ നല്ല ഹെവിയാണ്. ശരിക്കും നമ്മൾ ഇതിന്റെ ഇടയ്ക്കോട്ട് നമ്മൾ ജസ്റ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിന് വരുന്ന ഫോഴ്സ് അത്യാവശ്യം നല്ല ഫോഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അജയ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരാൾ ഇതിന്റെ ഇടയ്ക്ക് വന്നാൽ എന്ത് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ഇതിന് ലൈൻ ക്ലോസിംഗ് സെൻസർ എന്താ പറയുന്നത്, 2 സൈഡിലും നമ്മൾ ഈ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗേറ്റ് ക്ലോസിംഗ് ഞാൻ നേരെ ഇടയ്ക്കോട്ട് വന്നു, നമ്മുടെ ഗേറ്റ് അത് ഒരു സേഫ്റ്റി ഫംഗ്ഷൻ ആണ്. അത് ക്ലോസ് ആയി തിരിച്ച് നമ്മുടെ പഴയ പൊസിഷനിലേക്ക് പോകും. അതായത് ഇവിടുന്നാണ് നമ്മൾ കയറുന്നത്, അകത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഇവിടുന്നാണ് കയറുന്നത്. ഇവിടെയാണ് സെൻസർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് എൻ്റർ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും, തിരിച്ച് ക്ലോസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇതിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഒരു വണ്ടി നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്ത് വേറെ ഒരു വണ്ടി ഇവിടുന്ന് കയറി വരും. അപ്പൊ നമുക്കത് പെട്ടെന്ന് വണ്ടിക്കിട്ട് ഇടിക്കുന്നതിന് മുമ്പ് അത് ക്ലോസ് ആയി തിരിച്ചു പോകണം. അപ്പൊ ആ ഒരു ഫംഗ്ഷനോട് കരുതിയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ സെൻസേഴ്സ് കൊടുക്കാം, അകത്തും കൊടുക്കാം പുറത്തും കൊടുക്കാം. ഓരോ രീതി അനുസരിച്ച് കൊടുക്കും. എങ്ങനെ വേണം ചെയ്യാം എന്ന് വെച്ചാൽ അകത്തൊന്നും ഇതുപോലെ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അകത്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വേറെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡോർ ഫോണാണ്. അതെ, അതായത് ഇപ്പൊ വീഡിയോ ഡോർ ഫോണിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 12 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ ലോഞ്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അന്ന് ഭയങ്കര ബിഗ് ആയിട്ടിരുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭയങ്കര കോമ്പാക്ട് സൈസിലാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഡോർ ഫോൺ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗേറ്റിന്റെ അവിടെയാണ്. ഇതിന്റെ യഥാർത്ഥ പർപ്പസ് എന്തിനാണ് ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാട്ടെ. ഇപ്പോ സെക്യൂരിറ്റി സിസ്റ്റം വെച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ ശരിക്കും സെക്യൂരിറ്റി സിസ്റ്റം പുതിയതായിട്ടാണ് ഇപ്പോഴാണ് കൂടുതൽ ചെയ്തു വരുന്നത്. ഇപ്പൊ ഓട്ടോമാറ്റിക് ഗേറ്റ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് വീഡിയോ ഡോർ ഫോൺ. അതൊരു ഇന്റർകോം ഫെസിലിറ്റിയാണ്, നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ പർപ്പസ് എന്താ, നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ്, വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ആരാണ് വരുന്നതെന്നൊക്കെ. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗസ്റ്റ് ആണോ ആരാണെങ്കിലും അവർക്ക് വന്നിട്ട് നമ്മുടെ ഈ ക്യാമറയുടെ ഫ്രണ്ട് ഇതാണ് ബെല്ല്. ബെല്ല് ഇതാണ് നമുക്ക് ബെല്ല് ചെയ്യാൻ പറ്റുന്ന. അകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിലേക്കും ഇതിന്റെ കോള് വരും. അതായത് 2 രീതിയിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ആൾക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്കിവിടെ കോള് വന്നു. ഇതിപ്പോ അകത്തുനിന്ന് വൈഫ് എടുത്തിട്ടുള്ള സംഗതിയാണ് ഇപ്പൊ കേട്ടത്. അവിടുന്ന് സംസാരിക്കുന്നു ആള്, നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന ഇപ്പൊ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അകത്ത് നിൽക്കുന്ന ആൾക്ക് പുറത്ത് ആരാണ് വന്നത്, ഇതൊരു ഫിഷ് ഐ ക്യാമറയാണ്. 180 ഡിഗ്രിയിൽ നമുക്ക് ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. ഒരാൾ എവിടെ നിന്നാലും നമുക്ക് ഇതിനുള്ള സൗണ്ട് ഭയങ്കര വൈഡാണ്. അപ്പൊ നമുക്ക് ഈ വിഷ്വലിൽ അറിയാം ഇപ്പൊ ആരാണ് വന്നേക്കുന്നത്, ഏത് വണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പൊ എനിക്കിത് തുറക്കേണ്ടതാണോ എന്ന് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഫംഗ്ഷനാലിറ്റി കിട്ടുകയാണ്, നമുക്ക് ഈ ആപ്പിൽ നിന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ നമ്മുടെ ഓട്ടോമേഷനിൽ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാം. അതായത് ഈ കാണുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഗേറ്റ് ഉൾപ്പെടെ ആളെ കണ്ടോണ്ട് ഓപ്പൺ ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാനിപ്പം ഫോണിന്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫീൽഡ് ഇത് ചെയ്യാൻ പറ്റുമോ, മോണിറ്റർ ചെയ്യാൻ പറ്റുമോ. അതായത് ഒരാള് അകത്തോട്ട് കയറുന്ന നമുക്ക് അകത്തിരുന്നോ അല്ലെങ്കിൽ വെളിയിലിരുന്നോ നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് അറിയണം, ഒരു എൻട്രി ഉണ്ട് എന്ന് അറിയണം. അത് നമുക്ക് അറിയാൻ സാധിക്കാനുള്ള സംവിധാനം ഉണ്ടോ? നമുക്ക് അതിന് 2 ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് വിഷ്വലി നമ്മൾ ചെയ്യുന്ന ക്യാമറാസിൽ തന്നെ സെൻസേഴ്സ് ഉണ്ട്. PIR സെൻസർ എന്ന് പറഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ സെൻസേഴ്സ്. ഈ മോഷൻ ഡിറ്റക്ഷൻ സെൻസേഴ്സ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ക്യാമറാസിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതിന് അലാംസ് ഔട്ട് വരില്ല, പക്ഷെ നമുക്ക് അലാം ഔട്ട്പുട്ട് വരണം. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു നമ്മൾ ഗേറ്റ് ചാടി ഒരാൾ കടന്നു, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് നമ്മുടെ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ കയറുന്നുണ്ടോ നമുക്ക് അറിയണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കോമ്പൗണ്ട് സെൻസേഴ്സ് ഉണ്ട്. ഇതും PIR മോഷൻ സെൻസേഴ്സ് ആണ്. അപ്പൊ അതിൽ വിഷ്വൽ അല്ല കിട്ടുന്നത്, അതിൽ നമ്മുടെ ഒരു IR റേഡിയേഷൻ ആണ്, ബോഡി മാസിന്റെ ഹീറ്റ് റേഷ്യോ ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നു. ഇവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഇവിടെ രാത്രിയാണ്, നമ്മൾ ഒന്നും കാണുന്നില്ല, സെൻസർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇവിടെ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഈ ഏരിയയിൽ ട്രിഗർ ആയി.
ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതെ, ഓരോ ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത്ര ഏരിയയിലാണ് നമുക്ക് വേണ്ടത്. ഈ ഫംഗ്ഷനാലിറ്റി നമ്മുടെ ക്യാമറാസിലും വരുന്നുണ്ട്. ക്യാമറാസിലാണല്ലോ ഇപ്പൊ ഈ ക്യാമറ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ക്യാമറാസ് നമ്മളിപ്പോ നമ്മൾ കയറി വന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ വരുമ്പോഴേ നമ്മളെ ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു ബൈറ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. റെക്കോർഡിംഗ് ഓൾറെഡി പോകുന്നുണ്ട്. നമ്മളിപ്പോ ഫോണിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്ലേ ബാക്ക് നോക്കുമ്പോൾ ഹ്യൂമൻ എപ്പോഴാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ പ്രത്യേകം തന്നെയുണ്ട് അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരാൾ വന്നിട്ടുണ്ട്, ആ ആള് വന്ന സമയം നമുക്ക് പെട്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാനിത് എങ്ങനെ എനിക്കിത് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന വെച്ചാൽ, ഞാൻ ഇല്ലാത്ത സമയത്ത് അല്ലെ ഞങ്ങള് ഫാമിലി ആയിട്ട് ഇല്ലാത്ത സമയത്ത് പലപ്പോഴും മിക്കവാറും എല്ലാരും കാണത്തില്ല, പലപ്പോഴും ഈ ആമസോണിൽ നിന്നൊക്കെ ആ ഓർഡർ വരുമ്പോഴത്തേക്ക് അവര് വിളിച്ചിട്ടുണ്ടാവും. വിളിച്ചപ്പോൾ ഞാൻ പറയും നിങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അവര് വരുമ്പോഴത്തേക്ക് എനിക്കിത് അറിയാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഞാൻ തുറന്നു കൊടുക്കും. പുള്ളി കയറി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിക്ക് എനിക്കിത്, അതായത് ആള് വന്നു പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണുകയും അതിനൊപ്പം നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന, എനിക്കിത് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനം. രണ്ട് കാര്യങ്ങൾ പറയാം, എന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ ഞാൻ കൂടുതൽ പറഞ്ഞു പോവാം. ഗേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിയ ഗുണമെന്ന് വെച്ചാൽ, എനിക്ക് അവിടുന്ന് ഒരു 13 മീറ്റർ ദൂരത്തോളം ഇങ്ങോട്ട്, അത്രയും ദൂരത്തോളം നമുക്ക് ഇങ്ങ് നടന്നിറങ്ങാൻ. അത്രയും ദൂരം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ രാത്രി ഇപ്പൊ ഞാനില്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫോണിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ റിമോട്ട് കൺട്രോൾ നമുക്ക് അകത്തുണ്ട്. ഇനി അതുകൂടെ നമ്മളിവിടെ സ്വിച്ച് വെച്ചിട്ടില്ല, ഒരു സ്വിച്ച് വെച്ച് അങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? അകത്ത് നമ്മളൊരു സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വയേർഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ വീഡിയോ ഡോർ ഫോണിന്റെ ഫെസിലിറ്റി വേണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കത് ജസ്റ്റ് സ്വിച്ചിൽ എക്സ്ട്രാ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് എത്ര ഈ മോട്ടർ, ഇതിന്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു മോട്ടറിനൊക്കെയാണ് റേറ്റ് വരുന്നത്. അതൊക്കെ എത്ര റേറ്റ് വരുന്ന പ്രൊഡക്റ്റാ? ഇത് ഏകദേശം പ്രൈസ് കിട്ടിയാൽ ഏകദേശം നമ്മളിപ്പോ ഒരു മോട്ടർ, ഒരു സ്ലൈഡിംഗ് മോട്ടറും നമുക്ക് ഒരു ഗേറ്റിൽ ഇപ്പൊ ഇവിടെ നമ്മൾ 2 വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഫംഗ്ഷൻ അങ്ങനെ ആയതുകൊണ്ട് സിംഗിൾ മോട്ടർ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 50,000 to 60,000 റേഞ്ചിലാണ് വരുന്നത്. അത് ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ ഏകദേശം ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ ഫാബ്രിക്കേഷൻ, നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ഏത് ടൈപ്പാ വേണ്ടേ എന്നുള്ളതിലൊക്കെ പറ്റും. നമ്മൾ ഈ ഒരു മോട്ടറിൽ നമുക്ക് എബോ 500 kg നമുക്ക് ഗേറ്റ്സ് മൂവ് ചെയ്യാം. 500 kg എന്ന് വെച്ചാൽ നമ്മൾ കാസ്റ്റേണിൽ ചെയ്തേക്കുന്ന ഒരു ഗേറ്റ് ആണെങ്കിലും ഇതിന് മൂവ് ചെയ്യാം, ഒരു പ്രശ്നം വരത്തില്ല. ഈ റേഞ്ചിൽ തന്നെ മൂവ് ചെയ്യാം. എടുത്ത് ചോദിച്ചാൽ വെച്ചാൽ ഇത് 2 സ്ലൈഡിംഗ് ആക്കുമ്പോഴത്തേക്കും 2 സ്ലൈഡിംഗിൽ വരുമ്പോഴത്തേക്കുള്ള ഇതാ പറഞ്ഞത്. സിംഗിൾ സ്ലൈഡിംഗ് ആണെന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ അവസാനിക്കും. 2 വരുമ്പോഴത്തേക്ക് അതിന്റെ ഇരട്ടി പൈസ. ഇവിടെ നമ്മൾ ടോട്ടൽ എത്ര ക്യാമറ വെച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ 7 ക്യാമറാസ് വെച്ചിരിക്കുന്നത്. 7 ക്യാമറ വെച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ ക്യാമറ, ഈ പർട്ടിക്കുലർ മോഡൽ എന്ന് വെച്ചാൽ നമ്മള് ഹൈക്കോഷിന്റെ IP സീരീസിൽ വരുന്ന ക്യാമറാസ്. IP ക്യാമറാസ്, അതായത് IP ഉണ്ട്, അനലോഗ് ഉണ്ട്. അതൊരു കൺഫ്യൂഷൻ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഈ ക്യാമറ സിസ്റ്റം നമ്മൾ വർഷങ്ങളായിട്ട്, ഇതൊരു എത്ര വർഷമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നില്ലായിരുന്നുള്ളൂ. ക്യാമറാസിൽ തന്നെ 2 രീതിയിലാണ് വരുന്നത്. IP എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ അത് നെറ്റ്വർക്ക് ബേസ് ചെയ്ത് വരുന്ന ക്യാമറാസ്. മറ്റേ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനലോഗ് ക്യാമറാസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ വയറാണ്. നമ്മുടെ 2 വയറിൽ കൂടെ, ഇതിപ്പം പറഞ്ഞാല് ലേമൻ ലാംഗ്വേജ് പറഞ്ഞാല് നമുക്ക് ഇത്രേ ഉള്ളൂ, വയറിൽ കൂടെയാണ് ഈ ഡേറ്റാസ് പോകുന്നത്. നമ്മുടെ പണ്ടത്തെ ലാൻഡ് ലൈൻ പോലെ. അപ്പൊ ആ വയർ എവിടെയെങ്കിലും വയറിൽ കൂടെയാണ് ഈ ഡേറ്റ പോകുന്നതുകൊണ്ട് തന്നെ സിംഗിൾ വയേഴ്സ് ഓരോ ക്യാമറാസ് വരണം. ഇത് പഴയ ഒരു ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഇതേ ടെക്നോളജീസ് ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്ന ഫുൾ കളർ വിഷ്വൽ, നൈറ്റിൽ നമുക്ക് കളർ തന്നെ കിട്ടുന്നത്. പക്ഷെ ഇതേ ക്യാമറാസ് IP-ലും അനലോഗിലും വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നതിൽ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു സംഗതിയാണ്. നമുക്ക് അത് പറഞ്ഞിട്ട് നമ്മുടെ ഡോറിലേക്ക് കടക്കാം. ഇതിപ്പോ ഫ്രണ്ട് ഡോർ അല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്ലാസ്സാ. അവിടെ നമുക്ക് ഈ പറഞ്ഞ ഗ്രില്ലുകളൊന്നും കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡായിരുന്നില്ല. മീൻസ് എനിക്ക് അതൊരു ടെൻഷൻ ആയിരുന്നില്ല. സാധാരണ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് എല്ലാം ടെൻഷനാണ്. ഈ എസ്തെറ്റിക്സ് കട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ് ഞാൻ ഗ്രിൽ ഒഴിവാക്കിയത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം സെക്യൂരിറ്റിയാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്തും പറയുന്ന ആൾക്കാർ പലപ്പോഴും പറയണം, നമ്മൾ അതിനെ സെക്യൂരിറ്റി സിസ്റ്റംസ് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ എന്താ പറയാ, ഗ്ലാസിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? എന്താണത്? ഓക്കെ, ഗ്ലാസിന് വേണ്ടി ഇപ്പൊ നമുക്ക് വർഷങ്ങളായിട്ട് മുന്നേ നമുക്ക് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. നമ്മള് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെ എല്ലാ നാട്ടിലും ഏതെങ്കിലും ഒരു വീട്ടിൽ കാണും ബഗ്ലർ അലാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു വയർലെസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ്. നമുക്ക് ഇതിൽ വരുന്ന സെൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ച നമ്മുടെ ബൗണ്ടറി സെൻസേഴ്സ് ഉണ്ട്. ബൗണ്ടറി സെൻസേഴ്സ്, അതുപോലെ നമ്മുടെ വീടിന്റെ അകത്ത് വെക്കാവുന്ന മോഷൻ സെൻസേഴ്സ്, വീടിന്റെ അകത്ത് നമ്മുടെ ഹാളിൽ കൂടെ ഒരാൾ ഉള്ളിലെടുക്കുന്നത്, അതുപോലെ ഡോർ ഓപ്പണിങ്ങിന് ഏതെങ്കിലും ഡോർസ് ഓപ്പൺ ആയിട്ടുണ്ടോ, അത് സ്ലൈഡിങ്ങോ ഓപ്പണിംഗ് ഗേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഓപ്പൺ ആകുന്നതിന്റെ സെൻസേഴ്സ് ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഹൈലൈറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫുൾ ഗ്ലാസ് ആണ്. നമുക്ക് ആ ഗ്ലാസ് ബ്രേക്ക് ആയാൽ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം വേണം. അതായത് ഇത് പൊട്ടിച്ചൊരാൾ അകത്തോട്ട് കടന്നാൽ നമുക്ക് അറിയാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഗ്ലാസ് ബ്രേക്ക് ഡിറ്റക്ടേഴ്സ്. യഥാർത്ഥത്തില് ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരു ഇങ്ങനെ തട്ടിയാലോ അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഇല്ല, ഇത് ബ്രേക്കേജ് ആണ്. ഇതിന്റെ ബ്രേക്കേജ് ആണ്. ഇതൊരു ഓഡിയോ ബേസ്ഡ് സെൻസർ ആണ് നമ്മുടെ ഗ്ലാസ് ബ്രേക്ക് സെൻസർ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഉണ്ടാകും. അതിന്റെ റെസൊണൻസിൽ എടുക്കുന്ന ഒരു
ഫുൾ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഒരു സാമ്പിൾ റേഷ്യോ നമ്മുടെ ഈ ഓഡിയോസിൽ ഇതിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഡിറ്റക്ഷൻ എവിടെ എങ്ങനെ ഒരു ഓഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അതാണ് അതിനൊരു സെൻസിങ് ട്രിഗറിംഗ് എടുക്കുന്നു. ആ ട്രിഗറിംഗ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺട്രോൾ പാനലുണ്ട്. ആ പാനലിലേക്ക് അതൊരു മെസ്സേജ് അയക്കുന്നു. അപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഒരു അലാം ട്രിഗർ ആവുകയും ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രേക്ക് സെൻസർ പോലെ തന്നെ ഡോറിന് നമ്മൾ സെൻസർ വെച്ചിട്ടുണ്ട്. യെസ്, ഗ്ലാസിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാര്യം അത് സെൻസറാണ്. ഇതിൽ യഥാർത്ഥത്തിൽ നമുക്കിത് ബ്രേക്ക് ചെയ്താലാണ് അതിന് ഓരോന്നിനും ബ്രേക്ക് അല്ല നല്ലോണം ശക്തിയായിട്ട് അടിക്കുന്ന ഒരു സാധനം വേണേൽ അതും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ സെൻസേഴ്സ് അതുപോലെ ഏത് വേണേൽ ചെയ്യാൻ പറ്റും. യെസ്, അതായത് ഇത് പൊട്ടിച്ചാൽ നമ്മൾ വെച്ചിരിക്കും, ഇത് പൊട്ടിച്ച് കയറിയാൽ എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ഇത് മെയിൻ ഡോർ പലപ്പോഴും പലരും ചെയ്യാറില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പലപ്പോഴും അന്വേഷിച്ചപ്പോൾ മെയിൻ ഡോറിൽ എന്തിനാണ് കാര്യം, മെയിൻ ഡോർ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഡോറുകളാണ് പണിയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, തേക്കിന്റെ ഡോറാന്ന് പറയുന്നത് ചട്ടം കൂട്ടി വെച്ച തേക്കിന്റെ ഡോറിൽ നല്ല പച്ചമണല് നനച്ച് അത് തോർത്തുമുണ്ട് കെട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. എന്ന് പറഞ്ഞവർ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ലോക്ക് വേണമെങ്കിലും നമുക്ക് ഇപ്പൊ ഒരു ലോക്ക് സ്മിത്ത് ആയിട്ടുള്ള നമ്മുടെ അറിയാലോ, വർഷങ്ങളായിട്ട് റോബറീസ് നടക്കുന്നത് എങ്ങനെയാണ്. നമ്മുടെ ലോക്ക് എങ്ങനെയും ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്തോ ചെയ്യാം. പക്ഷെ നമ്മൾ ഇത് എങ്ങനെ അറിയുന്നു നമ്മുടെ ഇത് തുറന്നു വരുന്നത്? ഇപ്പൊ നമ്മുടെ വണ്ടികളൊക്കെ പണ്ട് തൊട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. നമ്മൾ വണ്ടി ഇപ്പൊ നമ്മൾ ലോക്ക് ചെയ്തിട്ട് അതെ നമ്മൾ കീ ഇട്ട് അറിയാതൊക്കെ തുറന്നത് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ വണ്ടി സൈറൻ അടിക്കും. കീ ഇട്ട് തുറന്നാലും അലാം അടിക്കും. റിമോട്ടിൽ അൺലോക്ക് ചെയ്തിട്ടില്ല. ഈ സെയിം ഫംഗ്ഷനാലിറ്റി നമ്മുടെ ഈ ഒരു തെഫ്റ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ ഇപ്പൊ ലോക്ക് ചെയ്തല്ലേ, ഞാനിവിടെ തുറന്നു, ഒരു അലാം വന്നിട്ടുണ്ട്. അലാം വന്നു, അതെനിക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ വരികയും ചെയ്തു. അതെ, ഇത് നമ്മുടെ മെയിൻ ഡോറിലെ സെൻസർ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇൻഡോറിൽ അലാം വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി സൗണ്ട് കേൾക്കുന്നത് ഹൈ ഫ്രീക്വൻസി. നമുക്ക് ഇത് ഔട്ട്ഡോറിൽ ഇതുപോലെ അലാംസ് വെക്കാം. അപ്പോ ഇതാണ് ഇതിന്റെ സൗണ്ട്. അതെ, അകത്ത് കയറുമ്പോൾ കൃത്യമായിട്ട് കേൾക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ സെൻസർ. ശരിക്കും പറഞ്ഞാൽ ഇതങ്ങ് ഗമ്മ് വെച്ച് ഒട്ടിച്ച് വെക്കുന്ന ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഗമ്മിലാണ് നിൽക്കുന്നത്. അതെ അതെ, പക്ഷേ ഇതിൽ വേറൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഞാൻ ഫുൾ ക്ലോസ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ അലാം അടിക്കുന്നുണ്ടല്ലോ. യെസ്, ഇത് നമുക്ക് സൈലൻസ് ചെയ്യാം. ഇവിടെ തന്നെ സൈലൻസ് ആയി. ഇപ്പൊ ഈ സെൻസർ കേട്ടോ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സെൻസർ ഇതാണ്. ഇതിലാണ് ഇതിന്റെ സെൻസറിങ് ഇൻപുട്ടും എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇതൊരു ബേസിക് മാഗ്നറ്റും. ഇപ്പൊ ഇത് തുറക്കുമ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്കണക്ട് ആവുന്നു. ഓക്കെ, ഇതാവുന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. അപ്പൊ കണ്ടോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡിസ്കണക്ട് ആകുമ്പോഴത്തേക്ക് അലാം ചെയ്യും. ഇതാണ് ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ. ഇതിപ്പോ നമുക്ക് സ്ലൈഡിംഗ് ഡോർ ആണെങ്കിലും ഇത് തന്നെ നടക്കും. ഓക്കെ, അതിന്റെ രണ്ട് സൈഡിലായിട്ട് അത് വെച്ചാൽ മാത്രം മതി. അതിൽ നിന്ന് ഡിസ്കണക്ട് ആകുമ്പോഴത്തേക്കാണ് സൗണ്ട് കേൾക്കുന്നത്. ഇപ്പൊ ഇതില് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നാം, ഇത് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പറിച്ചു മാറ്റത്തില്ല. ഇത് പറക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ വേറെ അലാം അടിക്കും. ഒരിക്കലും ഈ സിസ്റ്റംസിന് നമുക്ക് ഫുൾ പ്രൂഫ് ആയത് പാനിക് അലാംസ് എന്ന് പറയുന്ന സാധനം അത് തന്നെ. അതെ, ഇതില് ഗ്ലാസ് ബ്രേക്ക് സെൻസർ ആണെങ്കിലും നമ്മുടെ ഏത് സെൻസർ, നമ്മുടെ ഈ ഒരു ഹബ് ഉണ്ട്, ഇതിന്റെ ഹബ് അഴിക്കാൻ നോക്കിയാലും നമ്മൾ ആ മോളേന്ന് എപ്പോൾ അത് അഴിക്കാൻ നോക്കിയാലും ആ ഒരു അലാം അപ്പം തന്നെ അടിക്കും. ഇത് ഇതിന്റെ കേസ് ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് തുറക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് എല്ലാം നമുക്ക് അലാം അടിക്കും. ഇത് അപ്പം തന്നെ നമുക്ക്, നമ്മൾ ഗൾഫിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നമുക്ക് അപ്പം തന്നെ ഔട്ട്പുട്ട് വരും. നമ്മൾ വീട് കാർ ലോക്ക് ചെയ്തേക്കുക അത്രേ ഉള്ളൂ. നമ്മള് ഇവിടെ ഇല്ലാത്ത സമയത്ത്, ഇപ്പോ ഞാനിപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. സോ ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഗേറ്റ് തുറന്നു കൊടുക്കണമെങ്കിൽ, അതുപോലെ ലൈറ്റ്സ് പ്രധാനമായിട്ട് ഇപ്പൊ ഞങ്ങൾ വരാന്തയിലെ ലൈറ്റ് ഒക്കെ ഇട്ട് വയ്ക്കും, എന്നിട്ട് രാത്രിയിൽ അത് കെടുത്തും. അങ്ങനെ ഇത് ശരിക്കും ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്. ഏത് സമയത്ത് ലൈറ്റ് തെളിയണം, ലൈറ്റ് തെളിയണ്ടെന്നൊക്കെയുള്ളത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതുപോലെ നമുക്ക് എവിടെ ഇരുന്ന് വേണേൽ ഓപ്പറേറ്റ് ചെയ്യാം. അതിനായിട്ട് ലൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവരിവിടെ ചെയ്തു തന്നിരിക്കുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ടച്ച് പാനൽസ് ആണ്. ഇതും അതുപോലെ ഇവിടെ 3 ടച്ച് പാനൽസ് ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് ലിവിംഗ് ഏരിയയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രധാനമായിട്ട് അവിടുത്തെ എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ അവിടെ മുൻപേ വെച്ചിരുന്ന ലെഗ്രാൻഡിന്റെ സ്വിച്ചിന്റെ ബോക്സിനകത്താണ് ഇതിരിക്കുന്നത്. അതെ, നോർമൽ ബോക്സിന് നമ്മുടെ നോർമൽ ആയിട്ട് ഒരു പ്ലേറ്റ് വരുന്നത് മാറ്റിയിട്ട് നമ്മുടെ ടച്ച് പാനൽ അവിടെ കയറ്റാണ്. നമുക്ക് 2 ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഒന്ന്, ഓട്ടോമേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നു. പിന്നെ എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സാധനം വരുന്നത് അല്ലെ. ഇതിപ്പോ നമ്മുടെ കളർ തീമുമായിട്ട് നമ്മുടെ കളർ പാലറ്റിനെ അതുപോലെ മാച്ച് ചെയ്ത് നമ്മൾ ഗ്രേ വെച്ചിട്ടുണ്ട്. ഗ്രേ കളർ. ഇതിനകത്ത് ഒരു കാര്യമായിട്ടുണ്ട്, ഇതിന് ഒരു റിമോട്ട് കൺട്രോൾ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെ, അതായത് ക്യാൻഡിലിന്റെ നമ്മുടെ ഈ പറഞ്ഞ ഇതിനകത്ത് എങ്ങനെ, ആപ്പിനകത്ത് എങ്ങനെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ടിൽ ഇത് കൈകാര്യം ചെയ്യാം. എൽഡർലി പേഴ്സൺസിനൊന്നും ഇത് ചിലപ്പോൾ ആപ്പ് എടുത്ത് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അപ്പൊ അവർക്ക്, അല്ലെങ്കിൽ അലക്സയോട് പറയാൻ അവർക്ക് അറിയത്തില്ലായിരിക്കും. അവർക്ക് ഈസി ആയിട്ടൊരു ഈ റിമോട്ടില്, നമ്മുടെ ടി വി റിമോട്ട് പോലെ തന്നെ ഈ റിമോട്ടിൽ നമുക്കിപ്പോ അവരോട് പറഞ്ഞു കൊടുക്കാം 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ്സ് ആണ്, നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ഓഫ് ചെയ്യാനും, ഇതുപോലെ ഇപ്പൊ മൊത്തത്തിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അവിടെ മൊത്തത്തിൽ അവിടെ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫുൾ ഓൺ ആണ്. ഞങ്ങൾ ലൈറ്റ് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എടുക്കുമ്പോൾ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് മൊത്തം ഓഫ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ ടച്ച് പാനലിൽ പലരും ചോദിച്ചേക്കാം, ഇതൊരു ഗ്ലാസ് ഇത് ചെയ്ത പ്രൊഡക്റ്റ് ആണ്, ഗ്ലാസ് ഇന്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ടാമ്പറിങ് അല്ലെങ്കിൽ പൊട്ടുന്ന ഇഷ്യൂസ്
അല്ല ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറൂമിന്റെ വീഡിയോ പൊട്ടിക്കണം. വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ടഫ് ആൻഡ് ഗ്ലാസ് പോലെ. അപ്പൊ ഇതില് മെറ്റീരിയൽ ഡിഫറെന്റ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഈ പാനലിൽ ശരിക്കും അക്രലിക് ആണ്. അതെ, നമുക്ക് പക്ഷെ ബാക്കി വന്നിരിക്കുന്ന രണ്ടെണ്ണവും നമ്മൾ ഗ്ലാസ് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഈ അക്രലിക് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ സ്വിച്ച് ഒരു പ്ലഗ് പോയിന്റ് നമുക്ക് എക്സ്ട്രാ അതുകൊണ്ട്. അല്ലാത്തതിലെല്ലാം നമുക്ക് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ തന്നെ പാനൽസ് ചെയ്തു പോകാവുന്നതാണ്. 5 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള പ്രോഡക്റ്റ് കൂടിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിനകത്ത് എന്തൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം, എന്തുവേണം, കർട്ടൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഗേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം, അലാംസ് ഇന്റഗ്രേറ്റ് ചെയ്യാം. 100% കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ആ സ്വിച്ച് ബോർഡിൽ വരുന്ന ലിമിറ്റേഷൻ ഇതിൽ വരുന്നില്ല. സ്വിച്ച് ബോർഡിൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് മാത്രം നമ്മൾ സാറിന് കൊടുക്കുന്നത്. പക്ഷെ ഇതിന് പകരം നമുക്ക് ഈ പാനൽ വെക്കാൻ നേരത്ത് നമുക്ക് അതിനൊരു ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ വയറിംഗ് വേണം ആ രീതി ചെയ്താൽ ഈ പറഞ്ഞ ഏത് കസ്റ്റമൈസേഷനിലോട്ട് വേണം കൊണ്ടുവരാൻ സാധിക്കും. അതായത് ക്യാൻഡിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ തുടക്കത്തിലും അവസാനം പറഞ്ഞ ക്യാൻ ഡു ലിറ്ററലി എവറിത്തിങ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊരു MEP സൊല്യൂഷൻ കൺസൾട്ടൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ഓട്ടോമേഷൻ ആയിട്ട് അതിന്റെ വിങ് ഓട്ടോമേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതിൽ ഓട്ടോമേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താം. എഞ്ചിനീയറിംഗ് സാധ്യതകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിനകത്ത് ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് തുടങ്ങുന്നു. അതെ, അതായത് എനിക്കിവിടെ ചെയ്തിരിക്കുന്നത് ഈ കാണിച്ചതല്ല, പിന്നെ അത് കൂടാതെ ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് വെച്ചിരിക്കുന്ന ഇൻവെർട്ടർ ചെയ്തിരിക്കുന്ന ഇവരാണ്. അതിന്റെ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇതൊരു സർവീസ് സെക്ടറാണ്, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴത്തെ അല്ലെ, ഇലക്ട്രിക്കൽ ചെയ്യുന്ന സമയത്ത് പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അതിനുശേഷം വിളിച്ചിട്ട് ഇതിന്റെ എന്താണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നതിനേക്കാളും നമുക്ക് ആദ്യം ചെയ്തു പോകുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്ത് ഒരു എന്താ പറയുന്നത് ഒരു MEP സൊല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം നിങ്ങളുടെ വീട്ടിൽ എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാന സംഗതി. എന്തും ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൽ ഡൗട്ടില്ല. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പൊ സോനു വീണ്ടും സന്ദീപ് വരെ. ഓക്കെ, ഷുവർ. എടുത്തു പറയുന്ന ഒരു കാര്യം, സർവീസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ സർവീസിനെ കുറിച്ച് ചോദിക്കും. ഇത് ഒരു ബൾബ് വാങ്ങുമ്പോൾ വരെ നമ്മൾ സർവീസ് ചോദിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസുമായിട്ട് ഷോപ്പിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം പേർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടി എന്ന് എനിക്കറിയില്ല. അത് ഷോപ്പിലേക്ക് ചെന്ന് മേടിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സാധനമാണ്. സർവീസുകൾ എപ്പോഴും വീടിന്റെ മുറ്റത്ത് നിൽക്കട്ടെ, നമ്മൾക്കത് വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കട്ടെ. എപ്പോഴും ഒരു ഫിംഗർ ടിപ്സ് വിരൽ തുമ്പിനുള്ളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും ഒരു ഹാപ്പി കസ്റ്റമർ. അതിനുപരി ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് 7 മാസം മതിയാവും ഒരാൾക്കൊരു സാധനം സജസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും, അത് മാത്രമേ പറയുന്നുള്ളൂ. കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അതിലേക്ക് അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.